ഗുഡ് മോർണിംഗ് എവരിബഡി. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഡൽഹി സുൽത്താനേറ്റ് എന്ന ഏരിയയിലെ അവസാനത്തെ ടോപ്പിക്, അഥവാ ഡിക്ലൈൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ പതനം, അവസാനം, നാശം, അതിലേക്ക് നയിച്ച കാരണങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു ഭാഗം. ഡൽഹി സുൽത്താനേറ്റിൻ്റെ തകർച്ച പൂർണ്ണമാകുന്നത് 1526-ലാണ്. ഇബ്രാഹിം ലോധി, അവസാനത്തെ രാജവംശമായ ലോധി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ഇബ്രാഹിം ലോധി, അദ്ദേഹം അഫ്ഗാനിസ്ഥാനടുത്തുള്ള ഫർഖാന എന്ന് പറയുന്ന രാജ്യത്തിലെ ഭരണാധികാരിയായ ബാബറിനോടുള്ള യുദ്ധത്തിൽ 1526 പാനിപ്പറ്റ് യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അങ്ങനെ ഈ യുദ്ധമാണ് 1526 ഒന്നാം പാനിപ്പറ്റ് യുദ്ധമാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ തകർച്ച പൂർണ്ണമാക്കിയത്. അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്നാം പാനിപ്പറ്റ് യുദ്ധമാണ്. അതോടുകൂടെ ബാബർ ഇന്ത്യയിൽ ഒരു സാമ്രാജ്യത്തിന് തുടക്കമിടുകയും ചെയ്തു. അതാണ് മുഗൾ സാമ്രാജ്യം. ഇത് രണ്ടിൻ്റെയും കാരണമാണ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് ഇൻ 1526. എന്നാൽ 1526 പതനം പൂർണ്ണമാവുന്നത് എങ്കിലും അതിനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ തകർച്ച തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് ഒരു തുടക്കം നമുക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും പീക്കിൽ, ഉയർന്ന പ്രാദേശികമായ പരിധിയിൽ ഏറ്റവും ഉയർന്ന തലത്തിലെത്തുന്നത്. അപ്പോൾ അത് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലോ അതിനുശേഷമോ തന്നെ ഇതിൻ്റെ തകർച്ചയ്ക്കുള്ള തുടക്കം ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം വന്ന ഭരണാധികാരികളോ വളരെ ശക്തരായിരുന്നില്ല, ദുർബലരായിരുന്നു എന്ന് മാത്രമല്ല, ഫലപ്രദമായി ഭരണം നിലനിർത്തുന്നതിന്, ശക്തമായ ഒരു കേന്ദ്രീകരണ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് ഇതിലെ ഓരോ കാരണങ്ങളും, ഡൽഹി സുൽത്താനേറ്റിൻ്റെ തകർച്ചയ്ക്കുള്ള ഓരോ കാരണങ്ങളും സൂക്ഷ്മമായിട്ട് ചർച്ച ചെയ്യാം. ഒന്ന്, റെസ്പോൺസിബിലിറ്റി ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കുറേ പരിഷ്കാരങ്ങൾ അബദ്ധമായി പരിണമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളായ നാണയ പരിഷ്കാരം ഒരുപാട് സാമ്പത്തിക നഷ്ടം ഡൽഹി പുൽത്താനേറ്റിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈനിക പര്യടനങ്ങൾ, കറാച്ചിയിൽ സൈനിക പര്യടനവും ഖുറാസാൻ പര്യടനവും ഒരുപാട് സാമ്പത്തിക നഷ്ടവും അതിനു പുറമെ സൈനിക നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ, ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം മാറ്റിയത് പ്രജകളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായുള്ള ഒരു പ്രശ്നവും, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രഷറിക്ക് ഒരുപാട് വെല്ലുവിളി നേരിടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇതേ കാലഘട്ടത്തിൽ കുറെ പ്രാദേശിക രാജ്യങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ബാമനി സാമ്രാജ്യം ദക്ഷിണേന്ത്യയിൽ ആവിർഭവിക്കുന്നത്, വിജയനഗര സാമ്രാജ്യം. അതെല്ലാം ഡൽഹി സുൽത്താനേറ്റിൻ്റെ പ്രദേശമായിരുന്ന പ്രദേശങ്ങളാണ് പിന്നീട് അവർ കീഴ്പ്പെടുത്തി അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറ്റുന്നത്. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിനും അതിനു മുന്നേ തന്നെ ഈ പതനത്തിൻ്റെ ആരംഭം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. രണ്ടാമത്തെ ഒരു കാരണം വീക്ക് സക്സസേഴ്സ് ഓഫ് ഫിറോസ് തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം അധികാരത്തിൽ വന്ന ഫിറോസ് തുഗ്ലക്കാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. ഫിറോസ് തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ. വീക്ക്നെസ് ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദി സക്സസേഴ്സ് ഓഫ് ഫിറോസ് തുഗ്ലക്. ഫിറോസ് തുഗ്ലക്കിന് ശേഷം വന്ന ഭരണാധികാരികളുടെ ഫലപ്രാപ്തി ഇല്ലായ്മയോ ദൗർബല്യമോ. ഷാഹിൽ ബക്കർ ഷാ, നസറുദ്ദീൻ മുഹമ്മദ്, അലാവുദ്ദീൻ, സിക്കന്ദർ ഷാ, നാസറുദ്ദീൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭരണാധികാരികൾ 1388 മുതൽ 1413 വരെ ഭരിച്ച തുഗ്ലക് ഭരണാധികാരികളുടെ പരാജയം, പിന്നീട് അതിനുശേഷം ഉണ്ടായ രാജവംശങ്ങൾ അഥവാ സയ്യിദ് വംശവും ലോധി വംശവും, അവർക്ക് ശക്തമായ ഒരു ഭരണ സമ്പ്രദായം നിലനിർത്താൻ പറ്റിയില്ല. അത് ആ പതനത്തെ, ഡൽഹി സുൽത്താനേറ്റിൻ്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയൊരു കാരണമാണ്.
ഫിറോസ് തുഗ്ലക്കിന്റെ പിന്മുറക്കാരായ ഭരണാധികാരികളെല്ലാം അവരുടെ സ്വന്തമായ താല്പര്യങ്ങൾ, സ്വന്തമായ ആനന്ദത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ പരസ്പരം സംഘർഷങ്ങൾ, ഭരണാധികാരികളൊക്കെ പരസ്പര സംഘർഷങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാതെ സ്വന്തം താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തിയപ്പോൾ അത് ഈ പതനത്തിൻ്റെ ഒരു കാരണമായി മാറും. അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികമായ കാരണമാണ്. എല്ലാ സാമ്രാജ്യങ്ങളുടെയും തകർച്ചയ്ക്കുള്ള, രാജവംശങ്ങളുടെയും തകർച്ചയ്ക്കുള്ള ഒരു പൊതുവായ കാരണമാണ് ഇക്കണോമിക് കോസ്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ. സാമ്പത്തികമായ പ്രശ്നം, ഇക്ത സിസ്റ്റം, അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവസാന കാലഘട്ടത്തിൽ അതോടൊപ്പം ഉണ്ടായ ഫിനാൻഷ്യൽ ക്രൈസിസ്. വലിയ സൈനിക സംവിധാനം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കാലം മുതൽ ഉണ്ടായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ട് സാമ്പത്തികമായ പ്രശ്നമുണ്ടായി. അതിനുശേഷം വലിയൊരു സ്ലേവ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിറോസ് തുഗ്ലക്കിനുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സാമ്പത്തികമായ പ്രശ്നം വർദ്ധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇക്ത സിസ്റ്റത്തിലുണ്ടായ പ്രശ്നങ്ങൾ, വലിയ വലിയ പ്രദേശങ്ങൾ ഇക്തകളായിട്ട് നൽകേണ്ടി വന്നു. ഇക്തകൾ നമുക്കറിയാം, ശമ്പളത്തിന് പകരം പ്രാദേശിക ഭരണാധികാരികൾക്ക് ഭൂമി നൽകുന്ന സമ്പ്രദായമാണ്. അപ്പോൾ ഒരു പ്രദേശം, ഈ ഭൂമി നൽകുന്ന ഒരു സംഭവം പ്രാദേശിക ഭരണാധികാരികൾക്ക്, നോബ് പ്രഭുക്കന്മാർക്ക്, ഒരുപാട് ആളുകൾക്ക് കൊടുക്കേണ്ടിയിരുന്നു. എന്നാൽ രാജ്യവിസ്തൃതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കൊടുക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ രാജ്യവിസ്തൃതി വർധനവ് നിലനിൽക്കുകയും സ്റ്റാഗ്നൻ്റ് ആവുകയും സ്തംഭിക്കുകയും പിന്നീട് അത് കുറയുകയും ചെയ്തപ്പോൾ പുതിയ ഇക്തകൾ നൽകാനില്ലാതാവുകയും ഇക്ത സിസ്റ്റത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. ചില ഇക്താധാർമാർ, അല്ലെങ്കിൽ വലിയ പ്രദേശത്തിൻ്റെ അധീപന്മാരായിട്ടുള്ള പ്രഭുക്കന്മാർ സ്വയംഭരണത്തിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അവർ സുൽത്താൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതെല്ലാം സുൽത്താനേറ്റ് രാജ്യത്തിൻ്റെ പതനത്തിന് ആക്കം കൂട്ടിയ കാരണങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാരണമാണ് പ്രൊവിൻഷ്യൽ റിവോൾട്ട്സ് ആൻഡ് ഇന്റേണൽ ഇഷ്യൂ, പ്രാദേശികമായ കലാപങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ. ഫിറോസ് തുഗ്ലക്കിൻ്റെ ഭരണത്തിന് ശേഷം പ്രാദേശിക ഭരണാധികാരികളെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സ്വന്തമായ രാജ്യങ്ങളായി മാറാനുള്ള ഒരു പ്രവണത അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിന് ശേഷമുണ്ടായി. അവധ് തുടങ്ങിയ പ്രദേശം, അതുപോലെ ഗംഗ സമതലത്തിൻ്റെ കിഴക്കുള്ള പ്രദേശം അഥവാ ബംഗാൾ പ്രവിശ്യയിലെല്ലാം പ്രാദേശിക ഭരണാധികാരികൾ ആവിർഭവിച്ചു. ഈ മാപ്പിലൊന്ന് ശ്രദ്ധിക്കാം. ഈ ഡൽഹി സുൽത്താനേറ്റിൻ്റെ പ്രദേശം ഈ ബ്രൗൺ നിറത്തിലുള്ള ലൈനുള്ള പ്രദേശമാണ് അതിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ പ്രദേശം, അഥവാ സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രദേശം. 1236 ഇത്രയും വിസ്തൃതിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ വലിയൊരു വിസ്തൃതി, ഈ ലൈറ്റ് ബ്രൗൺ ആയിട്ട് കിടക്കുന്ന ഈ വലിയൊരു പ്രദേശത്തിൻ്റെ അധിപന്മാരായിട്ട് സുൽത്താനേറ്റ് ഭരണാധികാരികൾ മാറുന്നുണ്ട്. ഈ പ്രദേശമെല്ലാം സുൽത്താനേറ്റിൻ്റെ കീഴിൽ 1335 ആകുമ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം തിമൂറിൻ്റെ ആക്രമണം ഉണ്ട്. 1338 ശേഷം അത് കുറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ 1525 ആകുമ്പോഴത്തേക്ക്, 1525 എന്ന് പറയുമ്പോൾ ലോധി ഭരണത്തിൻ്റെ ഒരു കാലഘട്ടം ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു അവസാനത്തിൽ വളരെ ചെറിയൊരു ഏരിയ മാത്രമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഈ ലൈനിട്ട ഷെയ്ഡ് ചെയ്തൊരു ഭാഗം, അത്രയുള്ളൊരു പ്രദേശം മാത്രമേ ഡൽഹി സുൽത്താനേറ്റിനുണ്ടായിരുന്നുള്ളൂ. അഥവാ ബാക്കിയുള്ള പ്രദേശങ്ങളിലെല്ലാം, അപ്പോൾ ബംഗാളിൻ്റെ പ്രവിശ്യയിൽ പ്രാദേശിക ഭരണാധികാരികൾ ആവിർഭവിച്ചു വന്നു. ഗുജറാത്തിൽ മാൾവ, ഖാന്ദേശ്, ദക്ഷിണേന്ത്യയിൽ ഈ ഭാഗത്ത് വിജയനഗര സാമ്രാജ്യവും ബാമനി സാമ്രാജ്യവും ഒക്കെ ആവിർഭവിച്ചു. ഇവരെല്ലാം സ്വതന്ത്ര രാജവംശങ്ങളായിരുന്നു. പ്രാദേശിക കലാപങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഈ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട്. അപ്പോൾ ഗുജറാത്ത് പ്രവിശ്യ, മാൾവ, ഖാന്ദേശ് എല്ലാം ഡൽഹി സുൽത്താനേറ്റുള്ള കണക്ഷൻ വിച്ഛേദിക്കുകയും സ്വതന്ത്ര സ്റ്റേറ്റുകളായിട്ട് മാറുകയും ചെയ്തു. അതുപോലെ തന്നെ ഗ്വാളിയോറിലൊരു ഹിന്ദു രാജവംശം അധികാരത്തിൽ വന്നു. കൽപ്പി, ബൊയാന തുടങ്ങിയ പ്രദേശങ്ങളിൽ മുസ്ലിം ഭരണാധികാരി. അതുപോലെ തന്നെ വിജയനഗര ഒരു രാജവംശം, ബാമിനി രാജവംശം നമ്മൾ ചർച്ച ചെയ്താണ്. ദോആബ് പ്രവിശ്യയിലും ഭരണാധികാരികൾ ആവിർഭവിച്ചു. പ്രാദേശിക ഭരണാധികാരികൾ ആവിർഭവിച്ചത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ തകർച്ചയ്ക്കുള്ള ഒരു കാരണമാണ്.
ദെൻ ലോസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ദി ആർമി. ആർമിയിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഫിറോസ് തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ വ്യാപകമായിട്ട് അടിമകളെ ആർമിയിൽ ചേർത്തിരുന്നു. പിന്നീട് അവർ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങിയതോടുകൂടി ഇത് സൈന്യത്തിനും ഭരണത്തിനും വലിയൊരു തിരിച്ചടിയായി മാറി. അതുപോലെ തന്നെ ആർമിയുടെ സേവനം പാരമ്പര്യമായി ഒരു ആർമി മെമ്പർ പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം ആർമിയിലേക്ക് സ്വാഭാവികമായി വന്നു. അതുപോലെ തന്നെ ഫിറ്റ്നസ്, ഇവരുടെ പടയാളികളുടെ ഫിറ്റ്നസ്സോ കഴിവോ ഒന്നും പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതെ തന്നെ അവരെ ആർമിയിലേക്ക് എടുക്കേണ്ടി വന്നു. അത് ആർമിയെ ദുർബലപ്പെടുത്തി. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് ആർമിയുടെ മേൽ വലിയ അധികാരങ്ങളില്ലാതായിപ്പോയി. ഇത് ഡിസിപ്ലിൻ നഷ്ടപ്പെടുത്തി, സൈന്യത്തിൻ്റെ ഡിസിപ്ലിൻ നഷ്ടപ്പെട്ടു. സൈന്യം എന്ന് പറയുന്നത് ഓരോ ഇക്താദാർമാരും നൽകിയ ഇക്തകളുടെ കീഴിലുണ്ടായിരുന്ന സൈന്യമായതുകൊണ്ട് തന്നെ സുൽത്താന് സൈന്യത്തിൽ നേരിട്ടുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും അതെല്ലാം ഓരോ നോബിൾസിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ മിലിറ്ററി സംവിധാനം ദുർബലമായത് സുൽത്താനേറ്റിന് ഒരു ആത്മഹത്യാപരമായ പ്രവണതയായി മാറി. ദെൻ റിലീജിയസ് പോളിസി. ചില ഭരണാധികാരികളുടെ മതനയം വളരെ മോശമായിരുന്നു. അത് രാജവംശത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഫിറോസ് തുഗ്ലക്കിനെ കുറിച്ച് ചില ഭരണാധികാരികൾ ഒരു ചരിത്രകാരന്മാരെ ആക്ഷേപം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു സുന്നി മുസ്ലിം ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ മതഗ്രന്ഥങ്ങൾ കത്തിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇസ്ലാമക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജിസിയ എന്ന നികുതി നോൺ മുസ്ലിം വിഭാഗങ്ങൾക്ക് മാത്രം ചുമത്തിയിരുന്ന നികുതി പിരിച്ചെടുത്തിരുന്നു, ബ്രാഹ്മണന്മാരിൽ നിന്നും അത് പിരിച്ചെടുത്തിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രാഹ്മണ സപ്പോർട്ട് നഷ്ടപ്പെടുകയും സമൂഹത്തിലെ ഒരു പുരോഹിത വർഗം, ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ രാജ്യം മുഴുവൻ ഇതിന് വിരുദ്ധമായി മാറി. ദെൻ തിയോക്രാറ്റിക് ക്യാരക്ടർ ഓഫ് ദി സ്റ്റേറ്റ്. രാഷ്ട്രത്തിൻ്റെ മതാത്മകമായൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ മതാത്മക സ്വഭാവം രാഷ്ട്രത്തെ വളരെ മോശമായി ബാധിച്ചു. മുഫ്തിമാർ തുടങ്ങിയുള്ള മതപുരോഹിതന്മാർ ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ തലവേദനയായി മാറി. അപ്പം ഇവിടെ ഭരിക്കപ്പെടുന്ന ജനത എന്ന് പറയുന്നത് മെജോറിറ്റി നോൺ മുസ്ലിംസ് ആയിരുന്നു, മുസ്ലിങ്ങളല്ലാത്ത വിഭാഗക്കാരായിരുന്നു. അതുകൊണ്ട് അവരെ ഭരിക്കുന്നതിന് ഖുറാനിക നിയമങ്ങളോ ശരീഅത്ത് പോലെയുള്ള നിയമങ്ങളോ ബാധകമാവുന്നത് ഒരിക്കലും ശരിയല്ല. അത് നടത്താനുള്ള ശ്രമം മുല്ലമാരും മുഫ്തിമാരും ചെയ്തത് ഒരു തിരിച്ചടിയായി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായി ചർച്ച ചെയ്യപ്പെടുന്നത്. മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഇന്ത്യയിലേക്കുള്ള ആക്രമണം, മംഗോളിയന്മാരുടെ ആക്രമണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിമൂറിൻ്റെ ആക്രമണമാണ്. ചൈനീസ് ബോർഡറിലുണ്ടായിരുന്ന തിമൂറിയൻ ആക്രമണം 1398 ശേഷം. അതുപോലൊപ്പം തന്നെ ഇൻവേഷൻ ഓഫ് ബാബർ. നമ്മൾ പറഞ്ഞു ഏറ്റവും അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ബാബറിൻ്റെ ആക്രമണം അഥവാ ഒന്നാം പാനിപ്പറ്റ് യുദ്ധം. ദെൻ ഡൽഹി സുൽത്താനേറ്റ് ഒരു പോലീസ് സ്റ്റേറ്റ്, ഒരു മിലിറ്ററി സ്റ്റേറ്റ് പോലെയാണ്. മിലിറ്ററിയിൽ നിലനിൽക്കുകയും രാജ്യങ്ങൾ വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അവർ ക്രമസമാധാന പാലനം അല്ലെങ്കിൽ മറ്റുള്ള ഭരണ മേഖലകൾ കാര്യമായി ശ്രദ്ധിക്കാതിരുന്നു. അവരുടെ യഥാർത്ഥ അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ നാച്ചുറലി അതിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. ദെൻ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. മറ്റു ചില ചെറിയ ചെറിയ കാരണങ്ങൾ കൂടി ഓരോ പ്രഭുക്കന്മാരുമായി ഭരണാധികാരിയുടെ ദൗർബല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും ഈ തകർച്ച ഫിറോസ് തുഗ്ലക്കിനും മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം ആരംഭിക്കുകയും ഏറ്റവും അവസാനത്തെ ഡൽഹി സുൽത്താനേറ്റ് ഭരണാധികാരി ഇബ്രാഹിം ലോധിയുടെ കാലഘട്ടത്തിൽ അത് രൂക്ഷമാവുകയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെയാണ് മുഗൾ ഭരണാധികാരിയായ മുഗൾ ഭരണസ്ഥാപകനായ സഹീറുദ്ദീൻ ബാബറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത്. ആ ക്ഷണം സ്വീകരിച്ചെത്തിയ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് ഈ പ്രദേശം പിടിച്ചടക്കുന്നു. അങ്ങനെ പുതിയൊരു രാജവംശം സ്ഥാപിക്കുന്നു. എന്തായാലും ഈ യുദ്ധത്തിന് ശേഷം ഡൽഹി അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ മുഗളന്മാരുടെ കീഴിലായി. ബാക്കിയുള്ള പ്രാദേശിക പ്രദേശങ്ങളെല്ലാം മറ്റ് പ്രവിശ്യകളെല്ലാം സ്വതന്ത്ര ഭരണ പ്രദേശങ്ങളായിട്ട് സ്വയംഭരണം പ്രഖ്യാപിക്കുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്രയുള്ള കാര്യങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭാഗം ഏകദേശം ഇതോടുകൂടി പൂർത്തിയാവുകയാണ്. ഓക്കെ, താങ്ക് യു.